ഹായ്, ഹലോ ഗൈസ്, കുഞ്ഞാനാണ്. നമ്മളെ ചാനൽ തുടങ്ങിയിട്ട് മോണിയാവാതെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നതുകൊണ്ട് കാര്യം പറയണം കേട്ടോ. നമ്മള് ചാനൽ തുടങ്ങിയാലേ നമ്മൾ മറ്റുള്ളവരോടൊക്കെ ഇങ്ങനെ പോയി പറയും. എന്ത് നമ്മളെ ചാനൽ എല്ലാവരും സബ്ബാക്കണം കേട്ടോ എന്ന് പറയും. എല്ലാവരും ഒന്ന് പിന്നെ കൂടെ കൂട്ടണേ പറയും, സബ്ബാക്കി കൂട്ടണേ പറയും. അപ്പം അങ്ങനെ നമ്മൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും പറയരുത്. എന്ത് പറയണമെന്നറിയോ, നമ്മളെ ചാനലൊന്നും എല്ലാവരും സബ്ബാക്കുക. അതിൻ്റെ ഒപ്പം എന്ത് പറയണം, ചാനൽ ഷോർട്സ് വീഡിയോ ആണെങ്കിലും ലോങ് വീഡിയോ ആണെങ്കിലും ഒന്ന് ഫുള്ളായിട്ട് കാണണം കേട്ടോ. നിങ്ങൾ കണ്ടാലാണ് നമുക്ക് അതിൻ്റെ വാച്ച് അവർ കിട്ടുള്ളൂ. ഇപ്പോൾ ഫുള്ളായിട്ട് കാണണം തന്നെ പറയണം. അല്ലാതെ നിങ്ങൾ ചാനൽ പോയിട്ട് സബ്ബാക്കണേ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ലൈവിലൊക്കെ വരുമ്പോൾ എല്ലാവരും ലൈവിൽ പറയും, പിന്നെ ലിങ്ക് കയറിയിട്ടേ ചാനലൊന്ന് സബ്ബാക്കി കൂടെ കൂട്ടണേ, ഷോർട്സ് വീഡിയോ ഒക്കെ ഒരു 3 കമൻറ്റ് ഇട്ടേക്കണേന്ന് പറയും. അങ്ങനെ കമൻറ്റ് ഇട്ടേക്കണേന്ന് മാത്രം പറഞ്ഞാൽ പോരാ മുത്തുമണികളെ. എന്ത് വേണമെന്നറിയോ, ഇത് ഫുള്ളായിട്ട് കാണണേ. കണ്ടാലാണ് കാര്യമുള്ളൂ. വാച്ച് അവർ കിട്ടണേ, നമുക്ക് വീഡിയോ കാണുന്നെ വേണം. അപ്പോൾ എന്ത് വേണം, നമ്മളെല്ലാവരോടും പറയുമ്പോൾ എന്ത് പറയണമെന്നറിയോ, ഷോർട്സ് വീഡിയോ കയറിയിട്ട് ലൈക്ക് കമൻറ്റ് ഇടുമ്പോൾ വീഡിയോയിൽ എത്ര മിനിറ്റാണ് ഉള്ളത്, 1 മിനിറ്റെങ്കിൽ 1 മിനിറ്റ്, 2 മിനിറ്റ് 2 മിനിറ്റ്, 30 സെക്കൻഡ് അത് കാണണം. അത് എങ്ങനെ കാണും, 3 വീഡിയോയിൽ കാണാൻ പറയണം. അതിന് മോൾക്ക് എത്രയാവുക. അതായത് നമ്മളിങ്ങനെ വെറുതെ എല്ലാവരും സബ്ബാക്കി കൂട്ടി കണ്ട് കണ്ടില്ല. നമ്മൾ കുറേ സബ്സ്ക്രൈബ് കിട്ടിയിട്ടല്ല. സബ്സ്ക്രൈബ് നമുക്ക് എന്ത് മതി, 1000 മതി, നമുക്ക് മോണിയാക്കാം. പക്ഷെ വാച്ച് അവർ 4000 തന്നെ വേണം. സബ്സ്ക്രൈബ് തോനെ കിട്ടുന്നത് എന്തിനാണെന്നറിയോ, നമുക്ക് പിന്നെ 1 ലക്ഷം സബ്സ്ക്രൈബ് ആയാൽ യൂട്യൂബിൻ്റെ പ്ലേ ബട്ടൺ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് സബ്സ്ക്രൈബ് നമുക്ക് 1000 കിട്ടിയിട്ട് നമ്മൾ ആ വീഡിയോ 2 ലക്ഷം 3 ലക്ഷം ആൾക്കാർ കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കാര്യമുണ്ട്. അല്ലാതെ കുറേ സബ്സ്ക്രൈബും കുറേ കിട്ടിയിട്ടല്ല, നമുക്ക് വാച്ച് അവർ കിട്ടണം. വാച്ച് അവർ കിട്ടണമെങ്കിൽ എന്ത് വേണം, നമ്മളെ വീഡിയോ ആൾക്കാർ കാണുന്നതാണ് വേണം. അപ്പോൾ നമ്മൾ എന്ത് പറയണം, വീഡിയോ കാണണം എന്ന് തന്നെ പറയണം. എല്ലാവരും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം എന്ന് പറയണം. അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്ത് വരണം, വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറയണം. അപ്പോൾ ചാനലൊക്കെ ഉള്ളവർ ഇങ്ങനെ തുടങ്ങിയിട്ട് മോണി ആവാതെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ആരുടെയൊക്കെ ലൈവിലൊക്കെ പോയി വരുന്ന ആൾക്കാരോട് പറയണം, ഇങ്ങനെ തന്നെ കൂട്ടാക്കണേ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആൾക്കാർ ഞാൻ സബ്ബാക്കാതെ തിരിച്ചും കൂട്ടാക്കണേ. അപ്പം ഇങ്ങനെ തന്നെ കണ്ട് കൂട്ടാക്കണേ എന്ന് പറഞ്ഞാൽ, എങ്ങനെ വീഡിയോ കണ്ടിട്ട് തന്നെ കൂട്ടാക്കണം തന്നെ പറഞ്ഞോളി, എന്നാലാണ് കാര്യമുള്ളൂ. നമ്മളൊക്കെ ഒരു സ്വപ്നമാണ് നമ്മുടെ യൂട്യൂബിൽ കൂടെ ഒരു വരുമാനം കിട്ടണം എന്നുള്ളൊരു സ്വപ്നം. ഒരുപാട് ആൾക്കാർ യൂട്യൂബിൽ തുടങ്ങിയിട്ട് നിർത്തിപ്പോയ ആൾക്കാരുണ്ട്. അപ്പം നിർത്തിപ്പോയവരൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടോ, നിർത്തരുത്, ഒക്കെ ശരിയാവും വിചാരിച്ചിട്ട് അങ്ങനെ മുന്നോട്ട് അങ്ങനെ പോവുക. നിർത്തി കഴിഞ്ഞാൽ നമ്മൾ തളർന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു. ഒരിക്കലും നിർത്തി നമ്മൾ എന്ത് ചെയ്യണം, ചാനലൊക്കെ റെഡി ആവും വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോവുക. വീഡിയോ ഇട്ടും കൊണ്ടേ ഇരിക്കുക. ലൈവ് ആണെങ്കിൽ ലൈവ്. ഏറ്റവും നല്ലത് നമുക്കൊരു 8 മിനിറ്റ് 9 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് 3 മിനിറ്റ് മുകൾക്കുള്ള വീഡിയോ ഉണ്ടല്ലോ, അതൊക്കെ ഇടാൻ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് നല്ല കാര്യമാണ്. അങ്ങനത്തെ ലോങ് വീഡിയോ, അതാണ് ലോങ് വീഡിയോ യൂട്യൂബിൻ്റെ കയ്യിൽ. 3 മിനിറ്റിൻ്റെ മുകൾക്കുള്ള വീഡിയോ ആണ് യൂട്യൂബിൻ്റെ കയ്യിൽ ലോങ് വീഡിയോ. ആ 3 മിനിറ്റിൻ്റെ വീഡിയോ 4 മിനിറ്റ് ഒക്കെ ഉണ്ടെങ്കിലും എന്ത് വേണമെന്നല്ല, ആ 100 ആളെ കാണണമെങ്കിൽ ആ 4 മിനിറ്റ് ഫുള്ളായിട്ട് കാണുകയാണെങ്കിൽ നമുക്ക് കാര്യമുണ്ട്. മറ്റേത് ഷോർട്സ് വീഡിയോ 30 സെക്കൻഡ് 100 ആൾ കണ്ടാലും നമുക്ക് വലിയ ഇത് കിട്ടൂല. അപ്പം ഈ 3 മിനിറ്റിൻ്റെ വീഡിയോ 4 മിനിറ്റിൻ്റെ വീഡിയോ ഒക്കെ 10 ആൾ കണ്ടാൽ മതി. ആ 100 ആൾ കാണുന്നത് 10 ആൾ കണ്ടാൽ നമുക്കത് അതിൻ്റെ ഒരു ഇത് കിട്ടും. മറ്റേത് ചെഗ്ഗിലേ കിട്ടുള്ളൂ, ചെറുതായിട്ടുള്ള വാച്ചവരെ കിട്ടുള്ളൂ. അപ്പം വീഡിയോ കിടുമ്പോൾ എല്ലാവരും തോനെ നമുക്ക് കാണാനുള്ള സെറ്റപ്പിൽ ചെയ്യുക. അത് ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് 7 മിനിറ്റ് ഒക്കെ ഉള്ള വീഡിയോ ഒക്കെ തോനെ വിടുക. യൂട്യൂബിൽ എത്ര വീഡിയോ ആണെങ്കിൽ വിടത്രേ. ഞാൻ അന്വേഷിച്ചപ്പോൾ അങ്ങനെയാണ് എനിക്ക് കിട്ടിയത്. ഇത്ര വീഡിയോ ഒന്നുമില്ല, എത്ര വേണമെങ്കിൽ വീഡിയോ നമുക്ക് വേണമെങ്കിൽ വിടാമെന്ന് പറഞ്ഞു. അതിലൊരു പ്രശ്നമില്ല. ദിവസം വീഡിയോ വിടണം, ഒരു വീഡിയോ എങ്കിലും ദിവസം വിടണം. എത്ര വീഡിയോ ആണെങ്കിൽ നമുക്ക് വിടാം, ഒരു ദിവസമെങ്കിലും വീഡിയോ വിടണം. വീഡിയോ ഇടാണ്ടിരിക്കാൻ പാടില്ല എന്നാണ്. കാരണം എന്താ വെച്ചാൽ നമുക്കിങ്ങനെ വാച്ച് അവർ ഇങ്ങനെ കൂടി പോകണമെങ്കിൽ വീഡിയോ ഇട തന്നെ വേണം. അപ്പോൾ മോണി ആകാതെ അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നവരെ ടെൻഷൻ അടിച്ചിരിക്കണ്ട. ഇതൊക്കെ കേട്ടിട്ട് അങ്ങനെ മുന്നോട്ട് അങ്ങനെ പോയിക്കോളി. എല്ലാവരോടും സബ് ചെയ്യുമ്പോൾ പറയാം, നമ്മുടെ ചാനൽ എല്ലാവരും കാണണേ, വീഡിയോ എത്രയുള്ള വെച്ചാൽ അത് കാണണം, കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് തന്നെ പറയണം. അല്ലാതെ വെറും സബ്സ്ക്രൈബും കമൻറ്റും മാത്രം ഇട്ട് പോയിട്ട് ഒരു കാര്യമില്ല. ഒരു കമൻറ്റ് ഇടാനൊക്കെ 2 സെക്കൻഡൊക്കെ മതി, ഞാൻ കൂട്ടാക്കിട്ടോ എന്ന് പറയാൻ. അതേമാതിരിക്ക് അല്ലാതെ കണ്ടാലേ നമുക്ക് കാര്യമുള്ളൂ. നമ്മൾ മറ്റുള്ള ചാനലിൽ കയറി സബ് ചെയ്യുമ്പോൾ നമ്മളും അങ്ങനെ പറയണം. നമ്മളോട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളും പറയണം ഇങ്ങനെ കാണണം. നമ്മൾ മറ്റുള്ളവർ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് നേരം ഇരുന്ന് കാണുക. കണ്ടാലേ കാര്യമുള്ളൂ. വാച്ച് അവർ കിട്ടാതെ നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് നല്ല പാടാണ്. വാച്ച് അവർ കിട്ടിയാൽ തന്നെ നമ്മൾ ചാനൽ മോണിറ്റൈസൺ ആക്കാനും നമുക്ക് മുന്നോട്ട് പോകാനും നമ്മൾ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിക്കാനും മോണിറ്റൈസൺ ആക്കാനും യൂട്യൂബിൽ നിന്നൊരു വരുമാനം കണ്ടെത്താനൊക്കെ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് സാധിക്കുള്ളൂ വാച്ച് അവർ കിട്ടിയാൽ. അപ്പോൾ നമുക്ക് പ്രതീക്ഷ എന്താ, യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടണം, സെലിബ്രിറ്റികളൊക്കെ ആവണം. ഒക്കെ ആവും. നമ്മളിങ്ങനെ പരിശ്രമിച്ചാൽ കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ എല്ലാം ശരിയാവുന്നതാണ്. അപ്പോൾ ഒന്നും ശരിയാകാതെ എവിടേക്കും പോകില്ല. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, പരമാവധി വയ്ക്കണവരൊക്കെ വീഡിയോ ഇട്ടിട്ട്
മുന്നോട്ട് അങ്ങനെ പോയിക്കോളി, ഒക്കെ ശരിയാവും. ആരും നിരാശപ്പെട്ട് നിൽക്കണ്ട. നിരാശപ്പെട്ട് ഇരുന്നാൽ എന്തായി, അതവിടെ നിരാശ തന്നെ ഉണ്ടാവുള്ളൂ. ഇതിനെ മറിച്ച് മുന്നോട്ട് അങ്ങനെ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും, അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നിരാശപ്പെട്ടിരിക്കാൻ പാടില്ല, ഒക്കെ ശരിയാവുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് അങ്ങനെ പോവുക. നല്ല നല്ല വീഡിയോ ഒക്കെ ഉണ്ടാകുമ്പോൾ നല്ല നല്ല വീഡിയോ ഒക്കെ ഇട്ടിട്ട് യാത്ര ചെയ്യണ വീഡിയോ, ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ അതൊക്കെ അങ്ങനെ ഇടുകയാണെങ്കിൽ അടിപൊളിയാണ്, സെറ്റ് ആയിക്കോളും. ഓരോരുത്തർക്കും ഓരോ കഴിവല്ലേക്കാരം. അപ്പോൾ ഓരോരുത്തരുടെ കഴിവിനനുസരിച്ച് ചെയ്യുക. നമുക്കിപ്പോൾ അങ്ങനെയൊക്കെ തന്നെ വെയ്ക്കുള്ളൂ. അപ്പോൾ അതെങ്ങനെ അതേമാതിരിക്കുള്ള വീഡിയോ ഒക്കെ ഇടാൻ തന്നെ വെയ്ക്കുള്ളൂ. നമ്മൾ അതേമാതിരി തന്നെ അങ്ങനെ മുന്നോട്ട് പോകാം. നമ്മുടേതായിട്ട് ലെവലിലുള്ള മുന്നോട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് പോകും. നിരാശപ്പെട്ടിരുന്നാലും ഒന്നും നടക്കില്ല, നിരാശപ്പെട്ടിരിക്കരുത്. അപ്പോൾ കഴിയുന്നവരൊക്കെ എന്ത് ചെയ്യുക, ഇങ്ങനെ അടിച്ച് പൊളിച്ച് അങ്ങനെ മുന്നോട്ട് പോകുക. ആരും മോണിറ്റൈസേഷൻ ആയിട്ടില്ല എന്ന് വിചാരിച്ച് നിരാശപ്പെട്ടിരിക്കണ്ട. വീഡിയോ ഒക്കെ അങ്ങനെ ഇട്ടിട്ട് മുന്നോട്ട് പോയിക്കൊള്ളൂ, ഒക്കെ ശരിയാവും. ശരിയാകാതെ എവിടേക്കും പോകാനാ, എല്ലാം ശരിയാവും. നിരാശപ്പെടരുത്. നമ്മൾ നിരാശപ്പെട്ടാൽ പോയി കാര്യം. നിരാശപ്പെടാതെ നമ്മൾ അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും. ചാനലിലൊക്കെ ലിങ്കിലൊക്കെ കയറി വരുമ്പോൾ ആൾക്കാർ ലിങ്ക് കയറി സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാനൊക്കെ പറഞ്ഞോളി. ലൈവ് ഒക്കെ ഇടണം. ലൈവ് ഒക്കെ ഇടുമ്പോൾ അതേമാതിരി ഫേസ് ഇട്ടിട്ട് നമ്മുടെ ഫേസ് കാണിച്ചിട്ട് ലൈവ് ഇടുക. ഒരു പേടിയും പഠിക്കണ്ട. അപ്പം പിന്നെ ഒക്കെ വേഗം അടിച്ച് പൊളിച്ച് മുന്നോട്ട് പോകും. എല്ലാവർക്കും സന്തോഷമാവും, എല്ലാവർക്കും പൊലിവാകും. നിങ്ങളിങ്ങനെ വിചാരിക്കും ഇതൊന്നും ആവൂല, അങ്ങനെ വിചാരിക്കണ്ടാവും. ഒക്കെ റെഡിയാവും വിചാരിച്ചിട്ട് പോയാൽ മതി, ഒക്കെ റെഡിയാവും. നമ്മളിതൊന്നും റെഡിയാവും വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്തെങ്കിലും റെഡിയാകാത്തത്. നമ്മൾ മുന്നോട്ട് പോകണമെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടെങ്കിലല്ലോ ഒക്കെ മുന്നോട്ടാണ് പോകും. ഒരു പേടി. അതിൻ്റെ തെളിവാണ് ഞാൻ ഇത് നടക്കൂല എന്നൊക്കെ വിചാരിച്ചു. ഞാനൊക്കെ എന്താ പണ്ട് വിചാരിച്ചെന്നാലോ, നമ്മളിങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഇടുക, അതിങ്ങനെ ആൾക്കാർ കാണുക, നമുക്ക് അക്കൗണ്ടിലേക്ക് മാസം പൈസ ഇങ്ങനെ വരിക. അങ്ങനെ ഒന്നല്ല കേട്ടോ. ഒരുപാട് കടമ്പകൾ ഇത് കിടക്കണ്ടായില്ലേ, ഒരുപാട് കടമ്പകൾ. പെട്ടെന്നൊന്നും ആവില്ല. നമ്മൾ നല്ലോണം ശ്രമിച്ചിട്ട് നല്ലോണം മുന്നോട്ട് പോകുക തന്നെ വേണം. ഒരുപാട് കടമ്പ. ഞാനൊക്കെ വിചാരിച്ചത് അതാണ്. നമ്മളിങ്ങനെ ഡെയിലി യൂട്യൂബിൽ എന്തെങ്കിലും വീഡിയോ ഇടുക, അത് ആൾക്കാരിങ്ങനെ കാണുക, മാസം അക്കൗണ്ടിലേക്ക് ഇങ്ങനെ പൈസ കയറുക. അങ്ങനെ ഒന്നല്ല, ഒക്കെ ശരിയാവും. പിന്നെ ഇപ്പൊ ഞാൻ കണ്ടില്ല, എന്നെ സംബന്ധിച്ചോളം ഞാനിപ്പോ ഇത്രയും ഇങ്ങനെയൊക്കെ പിന്നെ ലൈവ് ഇട്ടിട്ടും വീഡിയോസ് ഇട്ടിട്ടും ഞാൻ ഇവിടെ എത്തിയില്ലേ. അപ്പൊ എന്റെ കാട്ടും കഴിവുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവില്ലേ, ഓലൊക്കെ അടിച്ചു പൊളിച്ചെടുത്തേക്ക് മുന്നോട്ട് പോകും. അപ്പോൾ എന്റെ കഴിവനുസരിച്ചുള്ള വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവായിക്കുള്ളൂ. അപ്പൊ ഞാൻ എന്റെ കഴിവനുസരിച്ചുള്ള വീഡിയോ നിങ്ങൾ ഇടും, നിങ്ങളെ കഴിവനുസരിച്ചിട്ട്. അപ്പൊ നമ്മൾ അങ്ങനെ പോകുമ്പോൾ എല്ലാവരും ശരിയാവും. അപ്പൊ എല്ലാവരും വീഡിയോ പരമാവധി കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന മുത്തുമണികളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. എല്ലാവരും പരമാവധി ഷെയർ ചെയ്താൽ തന്നെ കുറെ ആൾക്കാർ കാണും. ഷെയർ ചെയ്ത് അങ്ങനെ കാണുമ്പോൾ അങ്ങനെ പോയിക്കോളും. അപ്പം ഞാനും എന്നെ കൊണ്ട് കഴിയുന്നവർക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യും. നമ്മളൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടുക. ആരും തട്ടി മാറ്റി കളഞ്ഞു പോകണ്ട, അടിച്ച് കയറി വന്നോളെ. ഓക്കെ, എല്ലാத்தைയും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരെ ബായ്.